7ാം ദിവസമായി ഒരുത്തൻ അതിക്രൂരമായ ബലാത്സംഗം ചെയ്ത കുറ്റം ആരോപണം നേരിടുന്ന പ്രതിപട്ടികയിലുള്ള ഒരുത്തൻ പാലക്കാട്ടിൻ്റെ MLA കൂടിയാണ്. ദൗർഭാഗ്യകരമാണ് ഇതൊക്കെ പറയേണ്ടത്. MLA കൂടിയായ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ? ഈ 7ാം ദിവസമായിട്ടും രാഹുലിനെ പറ്റി ഒരു വിവരവുമില്ല. ഇപ്പോൾ കർണാടകയിലെ ഏതാണ്ട് രഹസ്യ കേന്ദ്രം ബാഗല്ലൂരോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്തേക്ക് ഇയാൾ രക്ഷപ്പെട്ടതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ. ഇതെന്താ ഈ കഥ? ഈ ആരോപണം വരുന്ന സമയത്ത് അതിജീവിത ശക്തമായി തന്നെ സധൈര്യം നീതിക്ക് വേണ്ടി മുന്നോട്ട് വന്ന് ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ അടുക്കലാണ് എത്തിയത്. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ്. അതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. എന്നിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രതി ഇവിടെ എത്തി, തിരുവനന്തപുരത്ത് തലസ്ഥാനത്തെത്തി മുഖ്യമന്ത്രിയുടെയൊക്കെ മൂക്കിൻ്റെ തുമ്പത്തുകൂടിയാണ് പോയത്. നേരെ തമിഴ്നാട്ടിലേക്ക് പോയി അതിനുശേഷം പാലക്കാട്ടേക്ക് തിരിച്ചെത്തി എന്ന് പറയുന്നു. ഇങ്ങനെ സ്ഥിരീകരിക്കാത്ത ഒരുപാട് വാർത്തകൾ അവിടെ കിടപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കേരള പോലീസിന് ഈ ഒരാഴ്ച പിന്നിട്ടിട്ട് പോലും ഇയാളെ ഒന്ന് കണ്ടെത്താനോ ഇയാൾ എവിടെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാനോ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഗൗരവമാണ് കാര്യങ്ങളെന്ന് നോക്കൂ. എന്തായാലും നോക്കാം. ഇന്ന് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം ഇന്ന് രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട്. അടച്ചിട്ട മുറിയിൽ വാദം വേണം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആവശ്യം. ഇത് കോടതി പരിഗണിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ശാലിനി ഉണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ശാലിനി, നമസ്തേ, ഗുഡ് മോർണിംഗ്, പുത്തമ്പുരയിലേക്ക് സ്വാഗതം. ഇന്ന് ഏറ്റവും കൂടുതൽ നിർണായകം രാഹുലിൻ്റെ ഈ ജാമ്യാപേക്ഷയിൽ തന്നെയാണ്. പക്ഷേ അവിടെ ഒരു ചോദ്യമുണ്ട് ശാലിനി. ഈ 7 ദിവസമായി രാഹുൽ എവിടെ എന്നതിനെ പറ്റി ഒരു ചെറിയ സൂചന പോലും നമ്മുടെ പോലീസിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതെന്തൊരു ദൗർഭാഗ്യകരമാണ്. ഗുഡ് മോർണിംഗ് ശ്യാമ, നമസ്തേ. ശ്യാമ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാഹുൽ എവിടെയാണ് എന്നൊരു ചോദ്യത്തിന് ഉത്തരമില്ലാത്ത 7 ദിവസങ്ങൾ, അതായത് ഒരാഴ്ച ഒരു നാടിൻ്റെ ജനപ്രതിനിധിയാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ സജീവമായി നിന്ന ഒരു യുവനേതാവ്, ആ യുവനേതാവിനെ ഒരു ലൈംഗിക ആരോപണ പരാതി ഉയർന്നതിന് അടുത്ത ദിവസം തന്നെ കാണാതാകുന്നു. ഇപ്പോൾ ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. രാഹുൽ എവിടെയാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിവില്ല, പ്രാദേശിക പാലക്കാട് നേതൃത്വത്തിന് അറിവില്ല, പ്രചരണങ്ങൾക്ക് കാണുന്നില്ല. ഔദ്യോഗിക വാഹനം ഇപ്പോഴും പാലക്കാട് ഫ്ളാറ്റിൽ പിൻഭാഗത്ത് ഉണ്ട്. വാഹനങ്ങൾ മാറി അതായത് 3 കാറുകൾ മാറി സംസ്ഥാനത്തിന് പുറത്തേക്ക് പോകുന്നു, പിന്നീട് അകത്തേക്ക് വരുന്നു, പിന്നീട് വീണ്ടും ബാഗല്ലൂരിലേക്കും അവിടെ നിന്ന് കർണാടകയിലേക്കും കടന്നതായുള്ള വിവരങ്ങൾ SIT സംഘം ശേഖരിക്കുകയും ചെയ്യുന്നു. വിവിധ ഘട്ടങ്ങളായി വിവിധ ദിവസങ്ങളിലായി SITയുടെ സംഘം പലയിടങ്ങളിൽ നടത്തിയിട്ടുള്ള പരിശോധന, ആ പരിശോധനയിൽ നിന്ന് ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി രാഹുൽ നിർണായകമായിട്ടുള്ള ഒളിവ് ജീവിതം നയിച്ചു എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നത്. ഒന്ന്, കോയമ്പത്തൂരിലേക്കാണ് ആദ്യം പോയത്. കോയമ്പത്തൂരിലേക്ക് പോയതിനു ശേഷം ഒരു റെഡ് പോളോ കാറിലാണ്, അതായത് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു നടിയുടെ വാഹനമാണ് എന്ന് സ്ഥിരീകരിച്ച് ആ റെഡ് പോളോ കാറിൽ കോയമ്പത്തൂരിലെത്തുന്നു. അവിടെ നിന്ന് പിന്നീട് ബാഗല്ലൂരിലേക്ക്, ഹുസൂറിന് സമീപത്തുള്ള ബാഗല്ലൂരിലേക്ക് പോകുന്നു. അത് മറ്റൊരു വാഹനത്തിലാണ്. അവിടെ നിന്നും അടുത്ത വാഹനത്തിൽ കർണാടകയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത്. കർണാടക ക്യൂ ബ്രാഞ്ച്, തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അടക്കമുള്ളവരുടെ സഹായം തേടിക്കൊണ്ടാണ് പോലീസ് പരിശോധന നടത്തുന്നത്. അതേസമയം തന്നെ ചോദ്യം ഉയരുകയാണ്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്. അദ്ദേഹത്തിന്റെ മുൻപിലേക്കാണ് അതിജീവിത സധൈര്യം പരാതിയുമായി മുന്നോട്ട് വന്നത്. ആ പരാതി നൽകിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ജാമ്യ ഹർജി തിരുവനന്തപുരം വഞ്ചൂരിലെ സെഷൻസ് കോടതിയിൽ നൽകുമ്പോൾ ആ അഭിഭാഷകന് മുൻപാകെ എത്തിയ ജാമ്യ ഹർജിയിൽ നേരിട്ട് സ്വന്തം കൈപ്പട ഒപ്പിട്ട് മടങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തെ എന്തുകൊണ്ട് പോലീസ് കണ്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അന്ന് അറസ്റ്റ് ചെയ്തില്ല എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽപ്പുണ്ട്. ഇന്നിപ്പോൾ ജാമ്യ ഹർജി പരിഗണിക്കാൻ പോവുകയാണ്. ആ ജാമ്യ ഹർജി പരിഗണിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്ന സമയത്തും രാഹുൽ ഒരു ആവശ്യവുമായി അഭിഭാഷകൻ മുഖേന കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആവശ്യമെന്നുള്ളത് അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്നുള്ളതാണ്. കാരണം തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അത്രയധികം ഗുരുതരമാണ്. മാധ്യമങ്ങൾക്ക് അത് ചോർത്തിയോ അല്ലാതെയോ കിട്ടാനുള്ള ഒരു സാഹചര്യവും കോടതി ഉണ്ടാക്കരുത് എന്നുള്ള പ്രത്യേക വകുപ്പ് പ്രകാരം ഭാരതീയ ന്യായ സംഹിതയിലെ അത്തരത്തിലൊരു വകുപ്പ് പ്രകാരമാണ് കോടതിയിൽ അങ്ങനെ ഒരു അഭ്യർത്ഥന, അപേക്ഷ
അഭിഭാഷകൻ മുഖേന രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുള്ളത്. അത് പരിഗണിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ പ്രതിഭാഗം ഇനി കേസുമായി ബന്ധപ്പെട്ട് വാദം നടത്തുമ്പോൾ കൃത്യമായി കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള രണ്ടാമത്തെ ലൈംഗിക ആരോപണ പരാതി, ബലാത്സംഗ പരാതി, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഒന്ന് ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ആദ്യ പരാതിയുടെ ലൈംഗികാരോപണ പരാതിയുമായി ബന്ധപ്പെട്ട അതിജീവിതയെ കൃത്യമായി തന്നെ ഗൂഢാലോചന നടത്തി പലയിടങ്ങളിൽ എത്തിച്ച് പീഡിപ്പിച്ചു. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പകർത്തി, ദൃശ്യങ്ങളും പകർത്തിയ ശേഷം അത് വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി ലൈംഗിക ബന്ധത്തിന് ഇടയുണ്ടാക്കി എന്നുള്ളതും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഒരു സ്ഥിരം കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് കോടതിയിൽ സ്ഥാപിക്കാൻ, കോടതിയിൽ വാദിക്കാനാണ് പ്രോസിക്യൂഷൻ ഒരുങ്ങുന്നത്. അതായത് ഒരു പരാതിയിന്മേലുള്ള നടപടികൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ വീണ്ടും ഒരു യുവതി, അത് ബംഗളൂരുവിൽ നിന്ന് പരാതിയുമായി എത്തുന്നു. DGPക്ക് മുൻപാകെ ആ പരാതി എത്തിയിട്ടുമുണ്ട്. ആ പരാതിയിന്മേൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കാനും തീരുമാനിക്കാനും ഒക്കെയുള്ള നടപടികൾ അവിടെ നടക്കുകയാണ്. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാനുള്ള നടപടിയിലേക്കും പോലീസ് കടക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. അതേസമയം തന്നെ രാഹുൽ കോടതിയിൽ ഇന്ന് വാദിക്കാൻ പോകുന്നത് താൻ അത്തരത്തിൽ തെറ്റ് ചെയ്തിട്ടില്ല, താൻ കുറ്റക്കാരനല്ല, തന്റെ ഭാഗത്ത് അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ് എന്നുള്ള രീതിയിലുള്ള വാദം മാത്രമായിരിക്കും. കാരണം ഇന്നലെയും കൂടി ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. ഈ KPCC നേതൃത്വമൊക്കെ എന്തോ പച്ചക്കള്ളമാണ് പറഞ്ഞത്. ആദ്യമാണ് ഞങ്ങൾക്ക് ഇന്നലെ ഒരു പരാതി കിട്ടി എന്നൊക്കെയായിരുന്നു സണ്ണി ജോസഫിന്റെ വാദം. പക്ഷേ അതിജീവിത 28-ാം തീയതി തന്നെ പരാതി കൊടുത്തതായി ഇന്നലെയും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്.